ഇപ്പാ ഒരു വാട്സപ്പ് കോള് ഈ വാട്സപ്പ് കോള് ചെയ്യല്ലോ. ഓക്കെ, ഈ എങ്ങനെ ഈ വാട്സപ്പ് കോള് ഒന്ന് യൂസ് ചെയ്യണ ഒരു പാറ്റേൺ എങ്ങനെയാണ്? അതായത് വാട്സപ്പ് കോൾ എന്താ, നമ്മൾ ഓൾറെഡി കോണ്ടാക്റ്റിൽ സേവ് ചെയ്തത് വാട്സപ്പിലും ഉണ്ടാവല്ലോ. അപ്പൊ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് കോൾ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ അതല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ പറ. അതായത് ഇപ്പൊ ഈ പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഫോണിൽ സേവ് ചെയ്യും. ഫോണിൽ ആ നമ്പർ ഇപ്പോൾ നമ്മൾ ആ ഒരു കോണ്ടാക്ട്സിൽ പോയിട്ട് ആ ഒരു നമ്പർ നമ്മൾ കീപാഡ് അടിച്ചു കൊടുത്തിട്ട് കീപാഡിൽ നമ്മൾ നമ്പർ അടിച്ചു കൊടുത്ത് ഒരു പേര് സേവ് ചെയ്തിട്ട് എന്നിട്ട് വാട്സപ്പിൽ പോയി നമ്മൾ സെർച്ച് ചെയ്തിട്ട് അയാളെ പ്രൊഫൈൽ എടുത്തിട്ട് ചാറ്റിൽ പോയിട്ട് കോൾ ചെയ്യും. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്താ? സെക്കൻഡ് ഓപ്ഷൻ ഇപ്പൊ ആരൊന്നും ഇപ്പോ അടുത്ത് വന്നത്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ചാറ്റിലേക്ക് ആ നമ്പർ അയച്ചു കൊടുക്കാം, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത, അപ്പൊ അവിടെ ആ നമ്പറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതായത് നമുക്ക് ആ നമ്പർ സേവ് ചെയ്യണ്ട, കോൾ ചെയ്യണം, ഡയറക്റ്റ് കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരാളുടെ ചാറ്റിലേക്ക് നമ്പർ അയക്കണം അല്ലേ? അതിപ്പോ നമുക്കൊരു ഇപ്പൊ നമുക്ക് നമ്മുടെ തന്നെ ചാറ്റിലേക്ക് അയക്കാൻ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ അയക്കുന്നതിന് പകരം അപ്പൊ നമുക്ക് വരുന്ന പ്രശ്നം എന്താ പറയുക, നമ്മൾ ആ നമ്പർ അയച്ച് പിന്നെയും നമ്മൾ ആ നമ്പർ കോൾ ചെയ്ത് അങ്ങനെ പോണ്ടേ. പക്ഷെ ഇതൊന്നും അല്ലാണ്ട് മൂന്നാമതൊരു ഫീച്ചർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അപ്ഡേറ്റ്സ് കോൾ കമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് സെറ്റിംഗ്, ഇതിൽ കോൾ ഓപ്ഷൻ എടുക്കുക. എടുത്തു കഴിയുമ്പോൾ ഈ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ? പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, കോൾ എ നമ്പർ. നമുക്ക് മേലെ കാണാം ന്യൂ കോൾ ലിങ്ക്, കോൾ എ നമ്പർ, ന്യൂ കോൺടാക്ട്. ഈ കോൾ എ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഫോണിൻ്റെ ആ ഒരു കീപാഡ് ഓൺ ആയി കണ്ടില്ലേ? ഈ ഒരു കീപാഡ് ഓൺ ആയിട്ട് നമുക്ക് ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ചാറ്റിൽ പോയിട്ട് ഫോണിൽ നമ്മൾ നോർമലി കോൺടാക്ട് സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ടൈപ്പ് ചെയ്യില്ലേ, അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോള് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് കോള് നോർമലി നമ്മൾ എങ്ങനെ ചെയ്യല് അത് ഇങ്ങനെ തന്നെ പോകും. നമുക്ക് ആ ഒരു പേര് സേവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ നമ്പർ വാട്സപ്പ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താലും പോകും. നമുക്ക് ആ ഒരു നമ്പർ ഫോണിൽ സേവ് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് നമുക്ക് പോയിട്ട് ചാറ്റ് ഓപ്പൺ ചെയ്ത് കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരാളുടെ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ നമ്പർ അയച്ചു കൊടുത്തിട്ട് കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം, കോളിൽ പോയിട്ട് പ്ലസ് ബട്ടൺ എടുക്കുക, എന്നിട്ട് നമുക്ക് നേരെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്ര സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യും.